ഓഫർ തട്ടിപ്പിന്റെ നിർണായക വിവരങ്ങൾ മീഡിയ വണ്ണിന്. തട്ടിപ്പിനായി നാഷണൽ എൻജിഒ പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിൽ അനന്തു കൃഷ്ണൻ ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റിലെ അംഗങ്ങളായ ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 8 മാസം കൊണ്ട് പ്രതിയുടെ അക്കൗണ്ടുകളിലേക്ക് 400 കോടി രൂപയെത്തി. തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ രൂപീകരിച്ചത് 2500 എൻജിഒകളെന്നും പോലീസ് കണ്ടെത്തി. എസ് എസ് ശരൺ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരൺ, അനന്തു കൃഷ്ണൻ ഇത്രയധികം കോടികളുടെ തട്ടിപ്പ് ഏത് രീതിയിൽ നടത്തി എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ഈ അക്കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വരുത്താൻ കഴിയുന്നത്. അതായത് തട്ടിപ്പിനായി നാഷണൽ എൻജിഒ പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടൊരു തട്ടിപ്പിലേക്ക് കടന്നതെന്നുള്ളതാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. അനന്തകൃഷ്ണന് പുറമെ മറ്റ് 4 അംഗങ്ങളാണ് ഈ ട്രസ്റ്റിലുള്ളത്. അതായത് ആക്ടിംഗ് ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യൻ, ട്രസ്റ്റ് അംഗങ്ങളായ ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ എന്നിവരാണ് ഈ അംഗങ്ങളായിട്ടുള്ളത്. ഇവരെ ശരൺ തുടരാം. അതായത് 5 അംഗങ്ങളാണ് ഈ ട്രസ്റ്റിലുള്ളതെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യം പോലീസ് അന്വേഷണത്തിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമായി തുടരുകയാണ്. അതായത് ഇവർക്ക് ഈ തട്ടിപ്പിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് തുടരുന്നത്. ഇവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇവരെ കൂടി പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ഈ ട്രസ്റ്റ് രൂപീകരിച്ചതിലെ ബുദ്ധി കേന്ദ്രം ഈ അനന്തു കൃഷ്ണനാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 8 മാസം കൊണ്ട് ഈ ട്രസ്റ്റ് രൂപീകരിച്ച് 8 മാസം കൊണ്ട് പ്രതിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് 400 കോടിയാണ്. പ്രതിയുടെ പേരിൽ 3 അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ടുകളിലേക്കായിട്ടാണ് 400 കോടി എത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പോലീസ് പരിശോധന നടത്തിയപ്പോഴേക്കും 3 കോടി മാത്രമേ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി തുകയെല്ലാം തന്നെ ഇയാൾ ഭൂമി വാങ്ങി അത്തരത്തിൽ ചെലവഴിച്ചും ആഡംബര ജീവിതത്തിന്റെ ഭാഗമായി ചെലവഴിച്ചു എന്നുള്ള വിവരം കൂടിയാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ രൂപീകരിച്ചത് 2500 എൻജിഒകളാണെന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു പ്രത്യേക സംഘം മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു പ്രത്യേക സംഘമാണ് ഈ അന്വേഷണം തുടരുന്നത്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് പിന്നാലെയാകും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. എന്തായാലും തട്ടിപ്പിനായി നാഷണൽ എൻജിഒ പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിൽ അനന്തു കൃഷ്ണൻ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതുമായി തുടർന്ന് സംസ്ഥാനത്താകെ 2500ഓളം എൻജിഒകൾ രൂപീകരിക്കുകയും അതിന് പിന്നാലെ തട്ടിപ്പ് നടത്തുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയുമായിരുന്നു അനന്തു കൃഷ്ണൻ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്.